എവിടെ കൊണ്ട് വെച്ചത്? എന്റെ പൊന്നു പാറു, തലയ്ക്ക് മൊത്തം ഓളം പിടിച്ചിരിക്കും. ഇപ്പൊ എന്റെ അടുത്തൊന്നും വന്ന് ചോദിക്കല്ലേ. എന്തോ കാര്യം പാറൂസേടാ, എന്റെ പാസ്പോർട്ട് കാണുന്നില്ലടാ. കമ്പനിന്നേ അവർക്ക് എന്തോ ഒരു ആവശ്യത്തിന് എന്റെ പാസ്പോർട്ടിന്റെ കോപ്പി ചോദിച്ചു എന്റെ അടുത്ത് വിളിച്ചു അയക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ അയക്കാൻ നോക്കിയിട്ട് പാസ്പോർട്ട് കിട്ടണ്ടേ? എവിടെ കൊണ്ട് വെച്ചത്? ഈ പാസ്പോർട്ട് തപ്പിട്ട് കിട്ടണെന്ന് പറഞ്ഞാ കമ്പനിക്കാര് വെച്ചാണോ? കമ്പനിയിൽ കാണത്തില്ലേ പാസ്പോർട്ടിന്റെ കോപ്പി? എടാ, കമ്പനിയിൽ കാണും. പക്ഷെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ അയച്ചു തരാൻ വേണ്ടി പറയുമ്പോ നമ്മൾ എംപ്ലോയി അല്ലേ, അയച്ചു കൊടുത്താലേ പറ്റത്തുള്ളൂ. നമ്മള് ലീവ് അല്ലല്ലോ ചോദിക്കുന്നത്, പാസ്പോർട്ടിന്റെ കോപ്പി ഉണ്ടോന്നല്ലേ? എന്റെ പൊന്നു പാറൂസെ, ഞാൻ അവിടുത്തെ ഒരു എംപ്ലോയി മാത്രം, അവിടുത്തെ ഓണർ അല്ല ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടി. എന്താടി, നീ ഒന്നും മിണ്ടായിരിക്കുവോ? അല്ല അളിയാ, ഇതെന്തോന്നത്? പൂരം കഴിഞ്ഞ പൂരപ്പുറമ്പാ. ലച്ചെല്ലാം വന്നത് കണ്ടു കഴിഞ്ഞാ പിന്നെ ഇവിടെ ബാക്കി പൂരം ആയിരിക്കും. അവളെ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാത്തിരിക്കുക. അവളിപ്പോ പോയേക്കുവാ ചെമ്പുമുക്കിലുള്ള സ്റ്റിച്ചിങ് സെന്ററിലേക്ക്. ഇപ്പൊ അവളുടെ പോക്കിച്ചിരി അങ്ങോട്ട് കൂടുന്നുണ്ട്. വരട്ടെ. അളിയാ, അളിയൻ ചേച്ചി ഒന്ന് വിളിച്ചോക്ക്. ചേച്ചിക്ക് അറിയായിരിക്കും പാസ്പോർട്ട് എവിടെ ഇരിക്കുന്നേന്ന്. എന്റെ പൊന്നു പാറൂസെ, ഞാൻ കൊറേ വിളിച്ചു, അവള് ഫോൺ എടുക്കണ്ടേ? അളിയാ, അളിയൻ ഇങ്ങനെ വലിച്ചു വരയിട്ടിട്ട് നോക്കി കഴിഞ്ഞാൽ അത് കാണത്തില്ല, പിന്നെ അത് ജന്മത്തെ കിടത്തില്ല. അളിയൻ സമാധാനമായിട്ട് നോക്കും. പാറൊന്ന് വായിപ്പിച്ചിട്ട് മിണ്ടാതിരി കൊച്ചേ. അളിയൻ ടെൻഷൻ അടിക്കുന്ന കാണുമ്പോഴേ അങ്ങ് വന്നു പോന്നെ കേട്ടാ. വന്നു പോവല്. അളിയാ, സമാധാനത്തിന് അപ്പൊ സാധനം കിട്ടും. சிது, நான் ஒன்னு கேட்கட்டா? நீ ஒருவேளை துபாயில இருக்கிற ரூமிலே வச்சிருப்பியோ இந்த பாஸ்போர்ட்? ദയവ് ചെയ്ത് ആ വായൊന്ന് അടച്ചു വെക്കാൻ എന്ത് തരണം? എന്റെ പൊന്നു കനകന്റെ അളി, നീ വീട്ടിൽ വെച്ച് തന്നെ എത്ര ഉണ്ടാ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്? അതൊന്നും ഓർമ്മയില്ലേ? ആരോർക്കാനാ ഏട്ടാ, എനിക്ക് ഒരു ഓർമ്മയില്ല. അവക്ക് പോലും. മോനെ, കൊച്ചു പറഞ്ഞതുപോലെ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും ലച്ചു വരട്ടെ. ഇനി അവൾ എവിടെങ്കിലും എടുത്ത് വെച്ചേക്കുവാണെങ്കിലോ? ലച്ചൂസ് ഇനി എപ്പ വരാൻ? എനിക്ക് ഇപ്പൊ അയക്കണം പാസ്പോർട്ടിന് കോപ്പി. അളിയൻ പറഞ്ഞത് കറക്റ്റ് തന്നെ കേട്ടാ. ചേച്ചി കീഴേട്ടാ തയ്യക്കടയിൽ പോയി കഴിഞ്ഞാ കറക്റ്റ് സമയത്തിന് തിരിച്ചിങ്ങ് വരൂല. ഈ പറയുന്ന ആൾ എവിടെയെങ്കിലും പോയിട്ട് കറക്റ്റ് സമയത്ത് ഇങ്ങോട്ടങ്ങ് വരുമല്ലോ. പാറുവേ, നീ കൊറേ നേരമായിട്ടേ കറക്റ്റ് ടൈമിന് അടിച്ചാൻ കേറണല്ലോ. എന്തരാണ്? ഞാൻ വൈറലാവട്ടെ ചേട്ടാ. ചേട്ടാ, ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചിയെ പോയി വിളിച്ചിട്ട് വാ. പോയേട്ടാ, ഒന്ന് പോയിട്ട് വാടാ. ശരി, പോയിട്ട് വരാം. അളിയാ, അളിയൻ ഇവിടെ വന്നതിന് ശേഷം എങ്ങോട്ടെങ്കിലും പാസ്പോർട്ട് എടുത്തോണ്ട് പോയാ? പാസ്പോർട്ട് എടുത്തോണ്ട് പോയെന്ന് ചോദിച്ചാ അതിനും മറവിയാ? എന്തോന്നളിയാ? എന്റെ പൊന്നു പാറു, മൊത്തത്തിൽ ടെൻഷൻ അടിച്ചിരിക്കോ. നീ ഒന്നും മിണ്ടാതിരിക്കും പ്ലീസ്, പ്ലീസ്. சிது, நான் வேற விஷயம் சொல்லட்டா? நான் ஒரு ஸ்ட்ராங்கா நாரங்க வெള്ളം எடுக்கட்டா? உன்னோட டென்ஷன் எல்லாம் மாறிடும். ഇച്ചിരി കഴിഞ്ഞിട്ട് എടുത്താ പോരെ? ഓ, എനിക്ക് അവിടെ വായടിച്ചു. നോക്കങ്ങട്ട്. എവിടെ ഇരിക്കുന്നത് പാസ്പോർട്ട് ഇപ്പം? ஐயோ, நீ அமைதியா தேடுப்பா, கிடைக்கும். எங்கே போகாது. அமைதி. എവിടെ ആന്റി ഇതിപ്പോ? எனக்கு தெரியலப்பா. ഇതെന്താ അമ്മൂമ്മ ഇത്? ഉത്സവപ്പറമ്പാ? ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ ഇത്രയൊന്നും ഇല്ലായിരുന്നല്ലോ. ലച്ചു, പാസ്പോർട്ട് പാസ്പോർട്ട് എന്റെ പാസ്പോർട്ട് എവിടെ? അളിയാ കിഴങ്ങ, എന്റെ പാസ്പോർട്ട് മിസ്സായി പറഞ്ഞില്ല അവളുടെ അടുത്ത്. ഞാൻ പറഞ്ഞളിയാ, ചുമ്മാ റിയാക്ഷൻ ഇട്ടോണ്ടിരിക്കുന്നത് പറയിച്ചേ അങ്ങോട്ട്. ആ പാസ്പോർട്ട് എടാ, ഇതൊക്കെ വലിച്ചു വാരി എടുത്തതിന് മുന്നേ എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചുകൂടായിരുന്നോ? ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ എവിടെയാന്ന്. ഞാൻ എത്ര തവണ വിളിച്ച് ഫോൺ എടുത്ത് നോക്കി. ഇനി ഇവിടെ തപ്പാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല, അറിയോ?
അത് അവൻ അവന്റെ ടെൻഷൻ കൊണ്ട് വാരി വലിച്ചൊക്കെ ഇട്ടതാ. അതിന് ടെൻഷൻ അടിക്കുന്നതിനാ ഞാൻ ഇപ്പൊ തരാം പാസ്പോർട്ട് മാറ. ആ കണ്ടോ, എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പുല്ല ആവശ്യമില്ലാതെ ഇവിടെ കിടന്ന് തപ്പി. അയ്യോ എന്റെ അമ്മോ, എടാ ഒന്ന് പിടിയടാ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്, പ്രശ്നമൊന്നും ഇല്ലല്ലോ. അളിയ പാസ്പോർട്ട് ഇപ്പൊ കിട്ടും. അളിയ ഹാപ്പി ആണല്ലോ? சித்து நம்ம லட்சம் அப்படிதான் எல்லாமே பத்திரமா வைப்பா. അതൊന്നും പറയാൻ പറ്റത്തില്ല. ചേച്ചിയുടെ പ്ലസ് പ്ലസ് എന്തായിരുന്നു കേട്ടാ? പ്ലസ് ടു എന്തൊരു സർട്ടിഫിക്കറ്റ്? മറ്റേ റിസൾട്ട് പ്ലസ് ടു സർട്ടിഫിക്കറ്റ്. അതെ, പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ്. അത് കാണാതെ പോയപ്പോ ചേച്ചി കരഞ്ഞൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതിന് ലച്ചൂസ് പ്ലസ് ടു പഠിക്കുമ്പോ നീ ജനിച്ചിട്ടുണ്ടോ? അതില്ല അളിയാ, ഈ 2-3 വർഷത്തിന്റെ ഇടയ്ക്കാ. മനുഷ്യനോട് മരിച്ച് തപ്പിക്കൊണ്ടിരിക്കുക, അതിനിടയിൽ എന്നെ കുത്തരുന്നിട്ടാ. കിട്ടിയില്ലേ? ചേച്ചി എടുത്ത് വെച്ച സാധനമല്ലേ, പിന്നെ മരിച്ചു തപ്പണ. പെട്ടെന്ന് എടുത്തോടുത്താ. என்னோட சர்டிபிகேட்டும் இப்படிதான் ஆச்சு. என்னோட அப்பா இல்ல தெரியாதனமா பேப்பர்காரருக்கு அப்படியே எடுத்து கொடுத்தாரு. நான் எவ்வளோ அழுதேன்னு தெரியுமா? நாங்க பேப்பர் கடையில எல்லாம் போய் தேடினோம். மதுரையில இருக்கிற எல்லா பேப்பர் கடையும் போய் தேடினோம். ஆனா கிடைக்கவே இல்லடா. நான் ரொம்ப அழுதேன். എത്രാം ക്ലാസ്സിലെ? 7-8 സർട്ടിഫിക്കറ്റ്. മാർക്ക് ലിസ്റ്റിന്റെ അല്ലേ? ഭയങ്കര നഷ്ടമായി പോയി. എന്തായി എന്തായെന്ന്? അല്ല സിദ്ധു, ഞാൻ അന്ന് സൂക്ഷിച്ചെടുത്ത് വെച്ചായിരുന്നല്ലോ. അതിനുശേഷം നിനക്കെന്തോ ആവശ്യമുണ്ടെന്നും പറഞ്ഞ നീ എന്റെ പാസ്പോർട്ട് മേടിച്ചു. ഞാൻ പാസ്പോർട്ട് നിനക്ക് നിന്റെ കയ്യിൽ തന്നു. അതിനുശേഷം നീ എനിക്ക് ആ സാധനം തിരിച്ചു തന്നിട്ടില്ല. എങ്ങനെ? ലച്ചൂസേ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുത് കേട്ടോ. പാസ്പോർട്ടിങ് തന്നെ നീ എവിടെ കൊണ്ടുവച്ചിട്ട് എന്റെ അടുത്താണ് ചോദിക്കുന്നത്. അത് ശരി, ഇതിപ്പോ എന്റെ തലയിലായ കൊള്ളാലോ. ലച്ചൂസേ പാസ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഇവിടെ വിഷയമാവും. കമ്പനി എനിക്ക് കോള് വന്നു അയച്ചു കൊടുക്കണോന്ന്. ലച്ചു മോളെ, സമാധാനമായിട്ട് നീ ഓർത്ത് നോക്കി, നീ എവിടാ കൊണ്ട് വെച്ചേന്ന്. അമ്മൂമ്മ, ഞാൻ ഈ ഡ്രോയറിന്റെ അകത്ത് തന്നെയാണ് വെച്ചത്. പക്ഷെ അതിനുശേഷം ഇവൻ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഇവൻ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല ആ സാധനം. ലച്ചൂസെ ചുമ്മാ കളിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ എന്റെ സ്വഭാവം അറിയാലോ. ആരെങ്കിലും പാസ്പോർട്ട് എടുത്തേ, പിന്നെ പാസ്പോർട്ട് കൊടുക്കണ്ടേ അവർക്ക്? അത് കൊടുക്കണമെങ്കിൽ എടുക്കണം. ചേച്ചി പാസ്പോർട്ട് എടുത്തോളൂ. സിദ്ധു, ഈ കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടി അകത്താക്കുന്ന പരിപാടി എന്റെ അടുത്ത് നടക്കൂലാട്ടാ. ചേച്ചി സമാധാനായിട്ട് തപ്പ ചേച്ചി. തപ്പം നീ ഒന്നുകൂടെ ചെന്ന് നോക്കിയേ എവിടെങ്കിലും ഉണ്ടോന്ന്. കേശുവേടാ, എന്റെ പേര് വിളിക്കില്ലേ? എനിക്ക് പേര് വിളിച്ചിട്ട് അവസാനം എന്റെ നടക്ക് പിടിച്ചിടാല്ലേ എന്നെ? ഞാനില്ല, ഞാൻ ഇതിനകത്ത് വാദിയല്ല പ്രതിയല്ല. എടാ കിടങ്ങ, നീ എന്റെ പാസ്പോർട്ട് എടുത്താ? ഞാനാ കണ്ട അവസാനം എന്റെ കളിക്ക് വന്നാ. ലച്ചൂസെ ഞാൻ ഇപ്പോഴും പറയാ, പാസ്പോർട്ട് കിട്ടില്ലെങ്കിൽ വൻ വിഷയമാവും. അളിയൻ കുഴിപ്പള്ളത്ത് വല്ലതും കൊണ്ടുവച്ചോ? കുഴിപ്പുളത്ത് കൊണ്ടുപോകാൻ സാധ്യതയില്ല. കുഴിപ്പുളത്ത് പോകാൻ പാസ്പോർട്ടിന്റെ ആവശ്യമില്ലല്ലോ. ഈ സമയത്ത് ചീഞ്ഞ കോമഡി അടിച്ചാ ഉണ്ടല്ലോ.